ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശക്തിയും സൗന്ദര്യവും തിരിച്ചു കിട്ടി എന്നുള്ളതാണ് 18ാം ലോക്സഭ തെരഞ്ഞെടുപ്പ് ഫലത്തെ നമ്മൾ നോക്കുമ്പോൾ നമുക്കാദ്യം മനസ്സിലാകുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിൽ നമ്മളെപ്പോഴും ആ ഒരു സൗന്ദര്യം ആസ്വദിച്ചിരുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജനാധിപത്യ മൂല്യത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ഒരു സംവിധാനത്തെയായിരുന്നു. എന്നാൽ കഴിഞ്ഞ 10 വർഷമായി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ശക്തമായ മേധാവിത്വം ലഭിക്കുകയും ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിക്ക് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടുന്ന ഒരു പ്രതിപക്ഷ പാർട്ടി പോലും ഇല്ലാത്ത അവസ്ഥ നിലനിന്നിരുന്നു. തീർച്ചയായും ഒരു ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് ശക്തമായ പ്രതിപക്ഷം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ശക്തമായ പ്രതിപക്ഷം ഇന്ത്യയിലെത്തി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു പാർട്ടിക്കും, അതായത് BJPക്ക് ഇപ്പോഴത്തെ അവസ്ഥയനുസരിച്ച് 240 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. കേവല ഭൂരിപക്ഷത്തിന് 272 സീറ്റ് വേണം, 30 സീറ്റിൻ്റെ കുറവ്. അത് ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിക്ക് മാത്രമായി കേവല ഭൂരിപക്ഷം ലഭിച്ച 2 തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി 2004ലെയും 2009ലെയും അവസ്ഥയിലേക്ക് നമ്മൾ തിരികെ പോയിരിക്കുകയാണ്. തീർച്ചയായും ഇന്ത്യൻ ജനാധിപത്യത്തിനും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കപ്പെടണം എന്ന് ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു എന്നതിൻ്റെ ഒരു തെളിവായാണ് ഞാൻ ഈ ജനവിധിയെ കാണുന്നത്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷം ഇല്ലാതിരുന്ന കഴിഞ്ഞ 10 വർഷക്കാലത്ത് ഇന്ത്യൻ ജനാധിപത്യത്തെ തിരികെ കൊണ്ടുവരുവാൻ, നമ്മുടെ ഭരണഘടന സംരക്ഷിക്കപ്പെടാൻ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തോടുകൂടി നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നയാൾ രാഹുൽ ഗാന്ധിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഭാരത് ജോഡോ യാത്രയും, അതായത് കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെയുള്ള ഭാരത് ജോഡോ യാത്രയും, അതോടൊപ്പം തന്നെ മണിപ്പൂരിൽ നിന്ന് മുംബൈയിലേക്കുള്ള ജോഡോ ന്യായ യാത്രയുമാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രതിപക്ഷത്തിന് ഇത്രയേറെ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞതിൻ്റെ പ്രധാന ഘടകം എന്ന് ഞാൻ വിലയിരുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന അവസരത്തിൽ ഒരുപക്ഷെ ദേശീയ ജനാധിപത്യ സഖ്യം മികച്ച ഭൂരിപക്ഷം, അതായത് 400 സീറ്റോളം അടുത്ത് നേടും എന്നുള്ള ഒരു പ്രതീക്ഷയിലൂടെയായിരുന്നു പോയിരുന്നത്. അതിന് ഘടകവിരുദ്ധമായി ഉള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇന്നിപ്പോൾ നമുക്ക് കാണുന്നത്. അത് തീർച്ചയായും രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസ് പ്രസിഡന്റ് ഖർഗെയുടെയും നേതൃത്വത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളെയുമെല്ലാം കൂട്ടിയിണക്കിക്കൊണ്ട് ഒരു പ്രതിപക്ഷ നിര സൃഷ്ടിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഒരു നേട്ടമായി വിലയിരുത്തപ്പെടാം. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് അടുത്ത് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ആകാംക്ഷ എല്ലാ രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ള എല്ലാവർക്കും ശ്രദ്ധയോടുകൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, ഇത്തവണ BJPക്ക് സ്വന്തമായി കേവല ഭൂരിപക്ഷമില്ലാത്ത ഒരവസ്ഥയിലാണ്. ആയതുകൊണ്ട് നരേന്ദ്രമോദി തന്നെ വീണ്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. BJPയിൽ തന്നെ ഒരുപക്ഷെ നരേന്ദ്രമോദി മാറി മറ്റൊരു നേതാവ് രംഗത്ത് വരാൻ സാധ്യത കൂടുതൽ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ പ്രതിപക്ഷ നിര ഏറെ ശക്തമായി എന്നുള്ളതാണ് വീണ്ടും സജീവ ചർച്ചയിലേക്ക് നമ്മൾ വരുന്നത്. കഴിഞ്ഞ 2 ലോക്സഭയിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ കേവല ഭൂരിപക്ഷം ഒരു പാർട്ടിക്ക് ലഭിക്കാത്തതുകൊണ്ട് ഇന്ത്യൻ ഭരണമുന്നണിയിലെ ഘടകകക്ഷികളായ ഇത്തവണ ദേശീയ ജനാധിപത്യ സഖ്യത്തിലെ ഘടകകക്ഷികളായ തെലുങ്കുദേശത്തിനും അതുപോലെ തന്നെ ജനതാദൾ യുവിനും ശിവസേനയ്ക്കും മുഖ്യ പങ്ക് ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
അതുപോലെ തന്നെ പ്രതിപക്ഷ നിരയിൽ കോൺഗ്രസ്സിന് 100 സീറ്റ് ഉണ്ടാവും. കോൺഗ്രസ്സിനൊപ്പം തന്നെ സമാജ്വാദി പാർട്ടി, അതായത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉത്തർപ്രദേശിൽ നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസി ഉൾപ്പെടുന്ന ഉത്തർപ്രദേശിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാൻ പ്രതിപക്ഷ കക്ഷികൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. തീർച്ചയായും അതുകൊണ്ട് തന്നെ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും ബംഗാളിൽ നിന്ന് മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച മമതാ ബാനർജിക്കും കോൺഗ്രസ്സിനൊപ്പം തന്നെ പ്രതിപക്ഷ ബെഞ്ചുകളിൽ മികച്ച റോളുണ്ടാവും എന്നുള്ളത് സത്യമാണ്. ഇപ്പം നമ്മളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമുണ്ട്. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാരിന് പൂർണ്ണ പിന്തുണ ലഭിക്കാതെ പോയത്, അല്ലെങ്കിൽ 272 സീറ്റിന് മേലെ ജയിക്കാതെ പോയത്? എപ്പോഴും ജനാധിപത്യത്തിൽ ഒരു കറക്റ്റീവ് ഫോഴ്സ് ജനങ്ങൾ തന്നെ തീരുമാനിക്കും എന്നുള്ളതിനൊരു തെളിവാണ് അടിയന്തരാവസ്ഥ കാലത്തുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിച്ചു പോരുന്ന ഇത്തരം കറക്ഷൻസുകളാണ്. ഈ കറക്ഷൻസ് വീണ്ടും ഇന്ത്യൻ ജനത നടത്തി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇനി വരുന്ന 5 വർഷം നമുക്കറിയാം, എല്ലാവർക്കും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു കാര്യമാണ് ഇന്ത്യൻ ജനതയെ പല തട്ടുകളായി മുറിച്ചുകൊണ്ടുണ്ടാകുന്ന ചില തീരുമാനങ്ങൾ. ഒന്ന്, ഭരണഘടന എഴുതി മാറ്റുമോ, അതുപോലെ തന്നെ പൗരത്വ ബില്ല് അടക്കമുള്ള കാര്യങ്ങളിൽ ഇനി വരാൻ പോകുന്ന തീരുമാനങ്ങൾ എന്തായിരിക്കുമെന്നും വളരെ ശ്രദ്ധയോടുകൂടിയാണ് നമ്മൾ കാതോർത്താണ് ഇരിക്കുന്നത്. തീർച്ചയായും പ്രതിപക്ഷത്തിന് മികച്ച റോളുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യൻ ജനാധിപത്യത്തിന് ആദ്യം പറഞ്ഞതുപോലെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം അതുപോലെ ശക്തി തിരികെ കിട്ടിയിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. തീർച്ചയായും നമുക്ക് കഴിഞ്ഞ 10 വർഷക്കാലത്ത് ഒരു കക്ഷിക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവർ തീരുമാനങ്ങൾ പലതും അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ നിത്യജീവിതത്തിൽ കാണുന്ന വിലക്കയറ്റം അടക്കമുള്ളവർ, പിന്നെ കാർഷിക മേഖലയിലെ വികസനം, ഇത്തരം കാര്യങ്ങളിൽ ഇനി ഊന്നൽ നൽകേണ്ട ഒരു സർക്കാരായിരിക്കും അടുത്തത് എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. കാരണം അങ്ങനെ ചെയ്തേ പറ്റൂ. കാരണം ഈ സർക്കാരിനെതിരെയുള്ള ഏറ്റവും വലിയ ഒരു വിമർശനവും അതുതന്നെയായിരുന്നു. കോർപ്പറേറ്റുകൾ നിയന്ത്രിക്കുന്ന ഒരു ഗവൺമെൻറ്, അതിൽ നിന്ന് മാറി ഇനി സഖ്യകക്ഷികൾക്കൂടെ പ്രാധാന്യമുള്ള ഒരു സർക്കാരായിരിക്കും വരുന്നത്. ആ സർക്കാരിൽ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾക്ക് ഊന്നൽ നൽകും. പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ, അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള പദ്ധതികൾക്കിനി പ്രാധാന്യം കയറി വരും. അതുപോലെ തന്നെ തൊഴിലില്ലായ്മ കുറയ്ക്കാനുള്ള നടപടികളുണ്ടാവും, വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള നടപടികളുണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ സർക്കാർ കഴിഞ്ഞ സർക്കാരുകളിനേക്കാളും കൂടുതൽ ഒരു പ്രോ പീപ്പിൾ ഗവൺമെൻറ് ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.